മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മന്ത്രിസഭാ തീരുമാനം അതുപോലെ തന്നെ PR വിവാദത്തിനുള്ള മറുപടി അൻവറിനെതിരെയൊക്കെ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, വിവരങ്ങൾ എങ്ങനെയാണ്? പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി കൃത്യമായി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി, ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിക്കൊണ്ട് എല്ലാം അവസാനിപ്പിച്ച രീതിയിൽ പറഞ്ഞു വെക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മല പോലെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ എലി പോലെ പോയി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ചിലരെ മാറ്റപ്പെടും, ADGP MR അജിത്കുമാറിനെതിരെ നടപടി ഉണ്ടാകും ഉൾപ്പെടെയുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. മറ്റു ചില അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. PR ഏജൻസിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ ഇതൊന്നും സംഭവിക്കാതെ കൃത്യമായി തുടക്കത്തിൽ തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട, അതായത് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ CPI ഉന്നയിച്ച ആരോപണങ്ങളിൽ തന്നെ അദ്ദേഹം തുടങ്ങിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തൃശ്ശൂർ പൂരം അലങ്കോലമായി ബന്ധപ്പെട്ട 3 ത്രിതല അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അത് മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കൃത്യമായി ചില ബാഹ്യശക്തികൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൂരം അലങ്കോലപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു എന്ന് റിപ്പോർട്ടിൽ ചില ADGP MR അജിത്കുമാർ നൽകിയ റിപ്പോർട്ടിൽ ചില സൂചനകളുള്ള സാഹചര്യത്തിൽ അതേക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് അന്വേഷിക്കും. ഒപ്പം തന്നെ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലകളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇൻ്റലിജൻസ് വിഭാഗം ADGP മനോജ് എബ്രഹാം അന്വേഷിക്കും. അതുപോലെ തന്നെ ADGP MR അജിത്കുമാറിന് പൂരം നടത്തുമായി ബന്ധപ്പെട്ട ചില വീഴ്ചകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പൂർണ്ണമായ ഒരു അന്വേഷണം നടത്താൻ DGPയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളെ ഒരു ത്രിതല അന്വേഷണത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് തൽക്കാലം നടപടികളിലേക്ക് പോകാതെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പും തലയൂരിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഏറ്റവും വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നതും തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. നിലവിൽ സാഹചര്യത്തിൽ തൃശ്ശൂർ പൂരം നടത്തുമായി ബന്ധപ്പെട്ട ADGPക്കെതിരെ വലിയ തരത്തിലുള്ള നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത്തരം നടപടികളിലേക്ക് ഒന്നും തന്നെ പോയില്ല. ADGPയെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒരാൾക്കെതിരെ അങ്ങനെ നടപടിയെടുക്കുക അത്ര എളുപ്പമല്ല. MR അജിത്കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ മേൽ ഇപ്പോൾ വിവിധ ഏജൻസികൾ വിവിധ തലങ്ങളിൽ അവരുടെ അന്വേഷണം പുരോഗമിച്ചു വരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് പൂരം നടത്തുമായി ബന്ധപ്പെട്ട് ADGPയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് 30 ദിവസത്തിനുള്ളിൽ കിട്ടും. ആ റിപ്പോർട്ട് കൂടി കിട്ടിയതിനു ശേഷം നടപടികളിലേക്ക് കടക്കും എന്ന് പറയുന്നു. അത്തരത്തിൽ ആ വിവാദങ്ങളുടെയും വായ്മൂടാൻ കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത് PR ഏജൻസിയുമായി സംബന്ധിച്ച വിവാദങ്ങളായിരുന്നു. PR ഏജൻസിയുമായി സംബന്ധിച്ച അത്തരത്തിൽ ഒരു ഏജൻസിയെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഘടകങ്ങളോ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഒരു PR ഏജൻസിയെക്കുറിച്ച് അറിയത്തില്ല. മുൻ MLA ആയിരുന്ന ദേവകുമാറിൻ്റെ മകൻ്റെ ഇടപാടിലായിരുന്നു ഹിന്ദുവിന് ഒരു അഭിമുഖം നൽകിയത്. അത്തരം അഭിമുഖ സമയത്ത് ഒരാൾ കടന്നു വരികയായിരുന്നു. ആ ആൾ കൃത്യമായും ആ സമയത്ത് ഇൻ്റർവ്യൂ സമയത്ത് ആ മുറിയിലുണ്ടായിരുന്നു. ഒപ്പം ലേഖികയുമായുള്ള അരമണിക്കൂർ നീണ്ട ഇൻ്റർവ്യൂവിന് ശേഷം മടങ്ങി പത്രത്തിൽ പ്രിൻ്റ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും ഉടൻ തന്നെ ഹിന്ദു പത്രത്തിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടി അവർ കൃത്യമായി മറുപടി നൽകിയ സാഹചര്യത്തിൽ ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ ഇല്ല, അതിൻ്റെ സാധ്യതകളില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അത്തരം നിയമ നടപടികൾ ആവശ്യമില്ല എന്നും വ്യക്തമാക്കുന്നു. ഹിന്ദു കൃത്യമായും അവരുടെ പത്രത്തിൽ നിറവേറ്റിയിരിക്കുന്നു. ഭാഗത്തുണ്ടായ വീഴ്ച അതിൽ അവർ ഖേദം അറിയിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ അവിടെയാണ് വിചിത്രമായൊരു വിശേഷം. എന്താണ് സുബ്രഹ്മണ്യൻ എന്ന ഒരാൾ മുഖ്യമന്ത്രി മാധ്യമ ലേഖികയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അതീവ സുരക്ഷയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ സമീപത്തേക്ക് എങ്ങനെ ആളെത്തി, അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ തരത്തിൽ അന്വേഷണം അതൊരു മറുപടി നൽകിയിരിക്കുന്നു. അത്തരം കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതൊരു പക്ഷേ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വരുന്ന ആളിനൊപ്പം 1, 2, 3 ആളുകൾ കൂടുന്ന പതിവുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അങ്ങനെ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും അദ്ദേഹം കൃത്യമായ ഭാഷയിൽ തന്നെ മറുപടി നൽകിയിരിക്കുന്നു. പിന്നീട് ഉയർന്നു വന്നത് അൻവർ ഉയർത്തിവിട്ട ചില ആരോപണങ്ങളായിരുന്നു. അത്തരം ആരോപണങ്ങളുടെ മേൽ അന്വേഷണം പുരോഗമിച്ചു വരുന്നു. ഒപ്പം തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരെ ഉയർന്നു വന്ന അദ്ദേഹത്തിന് നൽകിയ പരാതിയിൽ ആ പരാതി പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായും തൻ്റെ ഓഫീസിൽ അത്തരം സ്വഭാവക്കാർ, അതായത് സ്ത്രീകളോട് അപമര്യാദയെ സംസാരിക്കുന്ന ആളുകളോ അത്തരത്തിൽ മോശമായി പെരുമാറുന്ന ആളുകളോ ഇല്ല, ഒരു പക്ഷേ അത് അൻവറിൻ്റെ അനുഭവമായിരിക്കും എന്ന് പറഞ്ഞ് അത് തിരിച്ചടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഭാഷയിൽ അദ്ദേഹം
മറുപടി നൽകി. ഒപ്പം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട പാക്കേജുകളുടെ കാര്യത്തിലും അദ്ദേഹം ചർച്ച ചെയ്തു. സംസ്ഥാന സർക്കാരിന് കേന്ദ്രത്തിൽ നിന്നും ഒരു സഹായവും കിട്ടിയിട്ടില്ല. സാധാരണഗതിയിൽ അതായത് ഈ പ്രളയത്തിൽ ഉണ്ടാകുന്ന വയനാടിൻ്റെ പേരിലല്ല, സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് വേണ്ടി നൽകുന്ന 146 കോടി രൂപ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തുക കിട്ടുന്നതിന് വേണ്ടി പൂരം അട്ടിമറിക്കാനുള്ള ശ്രമം ആസൂത്രിതമാണെന്നും പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളും അൻവറിനെതിരെയും PR വിവാദവും അടക്കമുള്ള കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു D. ബിനോയ്.